മൂലം ഭൗമോച്യുതം ഹന്തുമാതേ വിദധോദ്യമ തദ്വിസർഗാൽ പൂർവമേവ നരകസ്യ ശിരോഹരിഃ അപാഹരൽ ഗജസ്ഥസ്യ ചക്രേണ ക്ഷുരനേമിന സകുണ്ടലം ചാരുകിരീടഭൂഷണം ബഭൗ പൃഥിവ്യാം പതിതം സമുജ്വലൽ ഹാഹേതി സാധ്യുതൃഷേ സുരേശ്വരമാല്യർമുകുന്ദം വികിരന്തൈഡിരെ തതശ്ച ഭൂഹു കൃഷ്ണമുപേത്തി കുണ്ടലെ പ്രതപ്രതജാമ്പൂനതരത്നഭാസ്വരെ സ വൈജയന്ത്യവനമാലയ ആർപ്പയിൽ പ്രാചേതസം ഛത്രമഥോ മഹാമണി അസ്തൗഷീതഥ വിശ്വേശം ദേവീ ദേവരാർച്ചിതം പ്രാഞ്ജലി പ്രണതാരാജൻ ഭക്തിപ്രവണയാധിയാ ഭൂമിരുവാച നമസ്തേ ദേവദേവേശ ശംഖചക്രഗദാധര ഭക്തേച്ഛോപാത്തരൂപായ പരമാത്മന്നമോസ്തുതേ നമ പങ്കജനാഭായ നമ പങ്കജമാലിനെ നമ പങ്കജനേത്രായ നമസ്തേ പങ്കജാഘ്രയേ നമോ ഭഗവതേ തുഭ്യം വാസുദേവായ വിഷ്ണവേ പുരുഷായ ആദിബീജായ പൂർണ്ണബോധായ തേ നമഃ അജായ ജനീത്രേസ്യ ബ്രഹ്മണേ നന്ദശക്തേ പരാവരാൽപ്പൻ ഭൂതാൽപ്പൻ പരമാൽപ്പൻ നമോസ്തുതേ ത്വം വൈ സിസൃക്ഷുരജ ഉത്കടം പ്രഭോ തമോ നിരോധായ വിഭരിഷ്യ അസമൃത സ്ഥാനായ സത്വം ജഗതോജകൽപതേ കാലപ്രധാനം പുരുഷോ ഭവാൻ പരഃ അഹം പയോജ്യോതിരഥാനിലോ നഭോമാത്രാണി ദേവാമനേന്ദ്രിയാണി കർത്താമഹാനിത്യഖിലം ചരാചരം ത്വയ് അദ്വിതീയ ഭഗവൻ അയം ഭ്രമഃ തസ്യാത്മജോയം തവ പാദപങ്കജം ഭീതപ്രപന്നാർത്തി ഹരോപസാദിത തൽപാലയൈനം ഗുരു ഹസ്തപങ്കജം ശിരസ്യ മുഷ്യാഖില കൽമഷാപഹം ശ്രീശുക ഉവാച ഇതി ഭൂമ്യാർത്ഥിതോ വാഗ്ഭിഃ ഭഗവാൻ ഭക്തി നമ്രയ ദത്വാഭയം ഭൗമഗൃഹം പ്രാവിശൽ സകലർദ്ധിമൽ തത്ര രാജന്യകന്യാനം ഷത്സഹസ്രാധികായുധം ഭൗമാഹൃദാനം വിക്രമ്യ രാജഭ്യോ ദദിശേ ഹരിഃ തം പ്രവിഷ്ടം സ്ത്രയോ വീക്ഷണരവീരവിമോഹിതാഃ മനസവവൃരേഭീഷ്ടം പതിം ദൈവോപസാദിതം ഭൂയാൽപതിരയം മഹ്യം ധാതാ തദനുമോദതാം ഇതി സർവാഹ പൃഥക് കൃഷ്ണേ ഭാവേന ഹൃദയം ദധു താഹ പ്രാഹിണോദ്വാരവതീം സുമൃഷ്ടവിരജോംബരാഹ നരയാനൈർമഹാകോശൻ രഥാശ്വാൻ ദ്രവിണം മഹൽ ഐരാവതകുലേഭാംശ്ച ചതുർദന്താംസ്തരസ്വിന പാണ്ഡുരാംശ്ച ചതുഷ്ഷഷ്ടിം പ്രേഷയാമാസ കേശവഃ ഗത്വാ സുരേന്ദ്രഭവനം ദത്വാദിത്യൈ ച കുണ്ടലെ പൂജിതസ്ത്രിദശേന്ദ്രേണ സഹേന്ദ്രാണ്യാ ച സപ്രിയഃ ചോദിതോ ഭാര്യോൽപാട്ടി പാരിജാതം കരുത്മതി ആരോപ്യസേന്ദ്രാൻ വിബുധർനൃജിത്യോപാനയൽ പുരം സ്ഥാപിത സത്യഭാമായ ഗൃഹോദ്യാനോപശോഭന അന്യോഗുരുഭ്രമര ആ സ്വർഗാൽ തൽഗന്ധാസവലംബടാഹ യയാജാനമ്യ കിരീടകോടിഭി സിദ്ധാർത്ഥയതേന വിഗൃഹ്യത്തെ മഹാനസോ അഹോസുരാണാം ച തമോധികാഢ്യത അധോ മുഹൂർത്തേ കസ്മിന്നാനാകാരേഷു താ സ്ത്രിയ യഥോപേമേ ഭഗവാൻ സ്ഥാവദ്രൂപധരോ വ്യയഃ ഗൃഹേഷു താസാമനപായ അതർക്ഷ്യകൃനിരസ്തസാമ്യാതിശയേഷ്വസ്ഥിത രമേ രമാഭിർനിജകാമ സംപ്ലുതോ യഥേതരോഗാരിഹകമേധികാംശ്ചരൻ ഇത്തം രമാപതിമവാപ്യപതിം സ്ത്രീയസ്ഥ ബ്രഹ്മാദയോപി ന വിദുപദവീം യദീയ ഭേജുർമുദാവിരതമേധിതയാനുരാഗഃ സാവലോകനവസംഗമജൽപലജ്ജാഃ പ്രത്യുദ്ഗമാസനവരാരിഹണപാദശൗചതാംബൂലവിശ്രമണവീജനഗന്ധമാല്യൈः പ്രത്യുദ്ഗമാസനവരാരിഹണപാദശൗചതാംബൂലവിശ്രമണവീജനഗന്ധമാല്യൈः കേശപ്രസാരശയനസ്തപനോപഹാരിർദാസീശതാപി വിഭോർവിദധുസ്മദാസ്യം കരിഹിജിൽ സുഖമാസീനം സ്വതൽപസ്ഥം ജഗദ്ഗുരും പതിം പര്യചരൽ ഭൈഷ്മി വ്യജനേന സഖീജനൈഃ യസ്ത്വേദലീലയാ വിശ്വം സജത്യത്യവതീശ്വരഃ സഹിജാതസ്വ സേതുനം ഗോപീധായ ദുഷ്വജ തസ്മിന്നന്തർഗൃഹേ ഭ്രാജൻ മുക്താദാമി വിളംബിനാ വിരാജിത വിതാനേന ദീപൈർമണിമയൈരപി മല്ലികാദാമഭിപുഷ്പൈഃ ദുരേഭകുലനാദിതൈഃ ജാലരന്ധ്രപ്രവിഷ്ടൈശ്ച ഗോഭിചന്ദ്രമ സോമലൈഃ പാരിജാതവനാമോദവായിനോദ്യാനശാലിന ധൂപൈരഗുരുജൈരാജൻ ജാലരന്ധ്ര വിനിർഗതൈഃ. ഭക്തൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ ഭഗവാൻ എല്ലാം സാധിപ്പിച്ചു കൊടുക്കുന്നർത്ഥം. ഇനി ഭഗവാൻ ഒരുപാട് കല്യാണം കഴിക്കും. 16,107 കഴിക്കാൻ പോവാം. എന്താ തത്വം? ശരിക്കും രുക്മിണി ഈ ഭഗവാനെ വിവാഹം കഴിച്ചവരൊക്കെ നമ്മളെ മാതിരിയുള്ള ഓരോരോ ഭക്തന്മാരാ, ജീവന്മാരാണ്. പക്ഷേ ഭഗവാന്റെ മഹത്വം നമ്മൾ അറിയണം, കേൾക്കണം. ആ ഭഗവാന്റെ ഗുണഗണങ്ങൾ കേട്ട് ഭഗവാന്റെ മഹത്വം മനസ്സിലാക്കി ഭഗവാനെ അടയലാണ് ജീവിത ലക്ഷ്യം. ഭഗവാൻ ആണ് നശിക്കാത്ത വസ്തു എന്നാണ്. അങ്ങ് അച്യുതൻ, കൃഷ്ണനിൽ എൻ്റെ മനസ്സ് ഉറച്ചു എന്നല്ല പറഞ്ഞത്, അച്യുതനിൽ ഉറച്ചു എന്നാണ് പറഞ്ഞത്. നശിക്കാത്ത വസ്തുവായ ഈശ്വരനാണെന്ന് ദേവിക്ക് ബോധ്യമായി. അങ്ങനെ ബോധ്യം വരുന്നവരാണ് ഭഗവാനെ പ്രാപിക്കാൻ വേണ്ടി മോഹിക്കുക. അങ്ങനെയുള്ള ഓരോ ജീവൻ്റെയും ഈശ്വരപ്രാപ്തിയാണ് ഈ രുക്മിണി കല്യാണത്തിൻ്റെയും എല്ലാ കല്യാണങ്ങളുടെയും താല്പര്യം, തത്വം. പിന്നെ ദേവി പറഞ്ഞു, കുലവതികളായ ധീരകൾ ഭഗവാനെ മാത്രമേ വരിക്കൂ എന്ന്.
ആരാണ് ധീരൻ? ധീരർക്കേ ഭഗവാനെ കിട്ടുള്ളൂ. ഉപനിഷത്ത് പറയും കശ്ചിത് ധീര പ്രത്യഗാത്മാനമൈക്ഷത് ആവൃത്തചക്ഷു അമൃതത്വമിച്ഛൻ. നോക്കണം, അപൂർവം ചില ധീരന്മാർക്കാണത്രേ ആത്മാവായ കൃഷ്ണനെ പ്രാപിക്കാൻ പറ്റുന്നുള്ളൂ. അമൃതത്വപ്രാപ്തിയെ ആഗ്രഹിക്കുന്നു. മനസ്സിലായോ? അതിനാഗ്രഹിക്കുന്നവർ ബാഹ്യവിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ അന്തർമുഖമാക്കാൻ കഴിവുള്ളവരാ. വിഷയേഭ്യ ധിയം രാതി ഇതി ധീരഹ എന്ന്. നമ്മുടെ മനസ്സും ഇന്ദ്രിയങ്ങളും സദാ വിഷയങ്ങളുടെ പിറകെ ഓടിയിറക്കല്ലേ. അവർക്കെങ്ങനെയാ ഉള്ളിൽ ആത്മാവായിരിക്കുന്ന കൃഷ്ണനെ പ്രാപിക്കാൻ പറ്റുക? പറ്റില്ലല്ലോ. ആ വിഷയങ്ങളിൽ നിന്നൊക്കെ മനസ്സും ഇന്ദ്രിയങ്ങളും പിൻവാങ്ങി ഉള്ളിലേക്ക് തിരിഞ്ഞാലേ ആ ഭഗവാനെ പ്രാപിക്കാൻ പറ്റുള്ളൂ. അവരാണത്ര ധീരൻ. അപ്പോൾ ദേവി എന്താ പറഞ്ഞ? ഞാൻ ധീരയാണ്. ധീരര് ഭഗവാനല്ലേ വരിക്കുള്ളൂ, ആഗ്രഹിക്കുള്ളൂ, മോഹിക്കുള്ളൂ പ്രാപിക്കാൻ. അതാ. അപ്പോൾ ഇന്ദ്രിയജയം, മനോജയം, വിഷയങ്ങളിലുള്ള ആസക്തി, ഇതിനൊക്കെ ജയിച്ചവരാണ് ഭഗവാനെ പ്രാപിക്കാൻ അർഹന്നർത്ഥം. ഇതിനൊക്കെ എങ്ങനെ സാധിക്കുക? രുക്മിണിക്ക് അറിയേയില്ലായിരുന്നു ഈ കൃഷ്ണനെക്കുറിച്ച്. കൃഷ്ണനിൽ മോഹം എപ്പോഴുണ്ടായേ? എപ്പോഴുണ്ടായത്? കുട്ടിക്കാലം മുതലേ കൃഷ്ണൻ്റെ കഥകളിങ്ങനെ കേട്ടു വളർന്നു. ശ്രവണം, സജ്ജനങ്ങളിൽ നിന്നും ഗുരുജനങ്ങളിൽ നിന്നും ഈശ്വരൻ്റെ മാഹാത്മ്യങ്ങളെ നിരന്തരം കേട്ടാൽ മാത്രമേ ഒരാൾക്ക് നമ്മുടെ ജന്മം ഈശ്വരപ്രാപ്തിക്കുള്ളതാണ്. അപൂർവമായ മനുഷ്യജന്മം കൊണ്ട് ഈശ്വരനെ പ്രാപിക്കുകയാണ് വേണ്ടത്. ബാക്കി ആരെ പ്രാപിച്ചാലും ദുഃഖം തീരില്ല. കാരണം അതൊക്കെ നശിക്കുന്നതാണ്. ഭഗവാൻ മാത്രമേ നശിക്കാത്ത ആനന്ദസ്വരൂപനായിട്ടുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഭഗവതി എന്താ പറഞ്ഞത്? ഭഗവാനെ, ഞാൻ അവിടുത്തെ അവകാശമാണ്. സിംഹത്തിൻ്റെ അവകാശത്തെ സിംഹം കൊണ്ടുപോയില്ലെങ്കിൽ നാണക്കേട് സിംഹത്തിനാ. ഇവരൊക്കെ കുറുക്കന്മാരെ മാതിരിയാ. ഇവരൊക്കെ ദേഹാഭിമാനികളാണ്, വിഷയാസക്തികളാണ്, ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ ശേഷിയില്ലാത്ത ആ ആൾക്കാരാണ് അവർ. അങ്ങനെയുള്ള അവരോടല്ല എനിക്ക് ചേരേണ്ടത്. അവിടുന്ന് ആരാ? ഈശ്വരനാ. ജീവൻ ആരുടെയാ? ജീവൻ ഈശ്വരൻ്റെ അംശമാണേ. അപ്പോൾ ഈശ്വരൻ്റേതല്ലേ. ശരീരമോ? ശരീരം പ്രകൃതിയുടെയാണ്, ജഡമായ പ്രകൃതിയുടെയാണ്. ആ ജഡമായ ആ പ്രകൃതിയുടെ വികാരമായ ജഡശരീരത്തെ ഞാനെന്ന് അഭിമാനിച്ചുകൊണ്ട് മറ്റ് ശരീരത്തെ അതുപോലെ സുഖാസ്പദമായി കണക്കാക്കിക്കൊണ്ട് ആ ശരീരങ്ങളെ മോഹിച്ച് ഈ ശരീരം കൊണ്ട് സുഖം കിട്ടണില്ല എനിക്ക്, ആ ശരീരം കൊണ്ട് സുഖം കിട്ടും എന്ന് വിചാരിച്ച് ഈ പരസ്പരം ശരീരത്തെ ആകർഷത്തിൽപ്പെടുന്നവരൊക്കെ ആരാണ്? മൂഢരാണെന്നർത്ഥം. ആരാണ്? ശിശുപാലനൊക്കെ സ്വന്തം ശരീരത്തിൽ സുഖം കിട്ടണില്ല, നീ മറ്റേ ശരീരത്തോട് ചേർന്നാൽ സുഖം കിട്ടുന്നത്. അവർ വേറെ രുക്മിണിയുടെ ശരീരത്തിനെ കണ്ടാ സ്നേഹിച്ചേക്കണതേ. രുക്മിണിയോ ആ ശരീരത്തിൻ്റെ ഉള്ളിലേക്കാണ് ആത്മാവായ കൃഷ്ണനെ കണ്ട് സ്നേഹിച്ചേക്കണതേ. രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അങ്ങനെ സ്നേഹിക്കുന്നവർക്കാണ് ഭഗവാനെ കിട്ടുക. പക്ഷേ കുട്ടിക്കാലം മുതൽ ശ്രവണം ചെയ്യുന്നു നമ്മൾ. ശ്രവണമാണ് മുഖ്യമായ സാധനം. ശ്രവണത്തിലൂടെ നമുക്ക് ആഗ്രഹം ഉണ്ടായി ഭഗവാനെ അടയണം, ഭഗവത് പ്രാപ്തിയ ജീവിത ലക്ഷ്യം എന്ന്. പക്ഷേ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. നമ്മളെ എതിർക്കുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളാണ്. നോക്കണം, അച്ഛനും അമ്മയും അനുകൂലമായിരുന്നു. ഏട്ടന്മാർ എതിർത്തപ്പോൾ അച്ഛനും അമ്മയും കാലുമാറിയില്ലേ അല്ലേ? ശരീരമാണ് അച്ഛൻ. ശരീരത്തിൽ നിന്നല്ലേ ശരീരത്തിലുണ്ടല്ലേ നമ്മൾ ഉണ്ടാവണത്. പക്ഷേ ഈ 5 ആങ്ങളമാർ നമ്മുടെ പഞ്ചിന്ദ്രിയങ്ങളാണ്. ബലവാൻ ഇന്ദ്രിയഗ്രാമോ വിദ്വാംസമപി കർഷതീന. വലിയ പണ്ഡിതനെ പാണ്ഡിത്യമൊക്കെ ഉണ്ടാവും, പക്ഷേ അവസരം വരുമ്പോൾ ഇന്ദ്രിയങ്ങൾക്ക് അടിമയായി പോകും. അപ്പോൾ ഓരോ ജീവനും സംസാരബന്ധനത്തെയും ദുഃഖത്തെയും വിട്ട് ആനന്ദസ്വരൂപനായ ഈശ്വരൻ്റെ സന്നിധിയിൽ പോകാൻ മോഹമുണ്ട്, ഈശ്വരനെ പ്രാപിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ അവശരാ. കാരണം ഇന്ദ്രിയങ്ങൾക്ക് അടിമയാണ്, ഇന്ദ്രിയങ്ങളുടെ ദാസന. അതാണിപ്പോൾ ഈ രുക്മിണിയുടെ അവശത ആ സന്ദേശത്തിൽ എഴുതിയത്. നോക്കൂ, ഇങ്ങനെ നോക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ കഥയാണ്. സത്സംഗത്തിലൂടെ ഭഗവാന്റെ ഗുണഗണങ്ങൾ കേൾക്കണം നമ്മൾ. അപ്പം മോക്ഷത്തിനും ഭഗവാൻ പ്രാപ്തിക്ക് ആഗ്രഹം ഉണ്ടാവും. ആഗ്രഹിച്ചാലും നിവൃത്തിയില്ല. എൻ്റെ മനസ്സ് പറഞ്ഞാൽ കേൾക്കണില്ല, ഇന്ദ്രിയങ്ങൾ പറഞ്ഞാൽ കേൾക്കില്ല, അത് വിഷയങ്ങളൊക്കെ ഓടിപ്പോവുക. ആ അവശനായ എൻ്റെ നില ഒന്ന് ഭഗവാനെ അവിടുന്ന് തന്നെ വന്ന് എന്നെ സ്വീകരിക്കണേ, ഇവരൊക്കെ ജയിക്കാനുള്ള കഴിവ് എനിക്കില്ലേ എന്ന്.